ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഭാപ്രസംഗി 10-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കുന്നു. അല്പഘോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു. ഹല്ലേലൂയ. ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കുന്നു. ഹല്ലേലൂയ. ദേവസ്യ മുല്ലക്കര എന്ന പിശാച് ചെയ്യുന്ന ഭോഷത്വത്തിന്റെ ജ്ഞാനം സാത്താന്റെ അപകടത്തെ വിളിച്ചു വരുത്തുന്നു. പിശാചിന്റെ മന്ത്രങ്ങളെ ദൈവഹിതത്തിന് ക്രിസ്തുവിന് എതിരെ നിരപരാധികളായ ദൈവദാസന്മാർക്ക് എതിരെ സത്യസുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് എതിരെ അയച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭോഷത്വം സൗരഭ്യമേറിയ തൈലത്തെ മുഴുവനും നാറ്റിക്കുന്ന ഈച്ചയെ പോലെയാണ്. സാത്താനെ ഉപയോഗിച്ച് ജനങ്ങളെ ആത്മീയ സംഘർഷമുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മുല്ലക്കര ദേവസ്യ എന്ന കള്ള പ്രവാചകൻ ചത്ത ഈച്ചയാണ്. യേശുവിന്റെ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും വീര്യപ്രവൃത്തികളെയും ദിനം പ്രതി നാറുമാറാക്കുന്നു, ജനങ്ങളുടെ മുമ്പാകെ നാറ്റിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ കാണുക, കേൾക്കുക. അത്ഭുത രോഗശാന്തി തട്ടിപ്പിന് പച്ചാളം ബാസിയുടെ ട്രെയിനിങ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഓരോ കലാരൂപങ്ങളുടെയും വേര് അന്വേഷിച്ചു ചെന്നാൽ നാം എത്തുന്നത് അന്യസംസ്ഥാനങ്ങളിലോ അന്യരാജ്യങ്ങളിലോ ഒക്കെയാണ്. അതടിച്ചു മാറ്റി നമ്മുടേതാക്കി ഇവിടെ കൊണ്ടുവന്ന് നമ്മുടേതായ ഒരു പേരുമിട്ട് അവതരിപ്പിക്കുമ്പോൾ പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാകില്ല. എന്നാൽ ചില കാലന്മാർ ഇതിൻ്റെ അടിവേര് വരെ മാന്തി ഇതൊരു മോഷണമാണ് എന്ന് സ്ഥാപിക്കുമ്പോൾ ഇവർ പറയുന്നത് ഇതൊരു മോഷണമല്ല, അങ്ങനെ പറയല്ലേ, അതിൻ്റെ നല്ല വശങ്ങളെ സ്വാംശീകരിച്ച് വഴത്തി ചുഴറ്റി ഉണ്ടാക്കിയ ഒരു പുതിയ കോൺസെപ്റ്റാണ് എന്ന് പറയും. വിദേശ സിനിമകളുടെ പ്രമേയം മൂട്ടിച്ച് മലയാളത്തിൽ ഹിറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു ഫിലിം മേക്കർ ഈ പരിപാടിയെ വിശേഷിപ്പിക്കുന്നത് പ്രചോദനം അഥവാ ഇൻസ്പിരേഷൻ എന്നാണ്. ഞാൻ മോട്ടിച്ചത് ഇന്നാരുടെ പ്രമേയം എന്നല്ല, എന്നെ ഇൻസ്പയർ ചെയ്തത് ഇന്ന ഫിലിം എന്നാണ്. അതുപോലെ ദേവസ്യ മുല്ലക്കര സാറിൻ്റെ സാത്താനെ ഒഴിപ്പിക്കൽ ചവിട്ടുനാടകത്തിൻ്റെ പിന്നിലും ഇതുപോലൊരു ഇൻസ്പിരേഷൻ ഉണ്ട്. ഇതുപോലൊരു ഭാവങ്ങൾ പൊട്ടിവിരിയുന്ന മുഖം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മോശം പദപ്രയോഗങ്ങൾ നടത്താതിരുന്നാൽ ഞാനൊരു മാന്യനാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചോളുമെന്ന് എൻ്റെ ഒരു അഭ്യുതകാംക്ഷി പറഞ്ഞതുകൊണ്ട് നല്ല വാക്കുകൾ മാത്രം പറയുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ബാക്കി. യേശുവിന്റെ നാമത്തിൽ സാത്താൻ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോണ സാത്താനെ നീ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോടാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാത്താന്റെ ബന്ധനങ്ങൾ ഇപ്പോൾ വിട്ടുമാറിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല സാത്താന്യ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല സാത്താന്യ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, കർത്താവേ നന്ദി, നന്ദി. എന്താ പെർഫോമൻസ് അല്ലേ? പുറകിൽ നിൽക്കുന്ന ദൈവദാസന്മാർ വരെ സ്തോത്രം വിഴുങ്ങി മുഖമൊക്കെ കോട്ടി നിന്നുപോയി. സാത്താന്റെ രഹസ്യ പ്രയോഗം ജനങ്ങളുടെ കണ്ണിനെ കുരുടാക്കുന്നു. ഹല്ലേലൂയ. യേശു ചെയ്യുന്നതാണെന്ന് വിശ്വസിപ്പിക്കുന്നു. ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പേ യൂട്യൂബിൽ ഇട്ട വീഡിയോ കോയമ്പത്തൂർ കൂട്ടായ്മ പൊളിഞ്ഞു, പുനഃപ്രതിഷ്ഠകൾക്ക് അലറി ഓടുന്നു എന്ന ഹെഡ്ലൈനിൽ ഹല്ലേലൂയ പ്രസിദ്ധീകരിച്ച വീഡിയോ ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞങ്ങൾക്ക് എതിരെ ഈ മുല്ലക്കര പിശാച്
അലറുകയായിരുന്നു. ശരിക്കും ഈ മുല്ലക്കരയുടെ സാത്താൻ പ്രാർത്ഥനാ പരിപാടി എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തി. കഴിഞ്ഞ വീഡിയോയാണ് ഞങ്ങൾക്ക് പ്രായോഗികമായത്. നിന്റെ കള്ളപ്രാർത്ഥന ഇതാണല്ലോ എന്ന് ഞങ്ങൾക്ക് വെളിപ്പെട്ടു. ഇതൊന്നും ജനങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. അവർ എപ്പോഴും പറയും കുറ്റം പറയുന്നതാണെന്ന്. പ്രിയ ജനമേ, ഇവന്റെ തനി സ്വഭാവ കുറെ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർക്കും ദാസിമാർക്കും വെളിപ്പെട്ടതാണ്. കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ഞങ്ങൾക്ക് എതിരെ ഏതെല്ലാം തരത്തിൽ പിശാചിനെ കൊണ്ട് ചെയ്തോ അതെല്ലാം നിനക്കും നിന്റെ കൂട്ടർക്കും എതിരെ വരും. ഹല്ലേലൂയ. നിന്റെ സാത്താന്റെ ശക്തി മുഴുവനും നീ പ്രയോഗിച്ചതല്ലേ? ഇതിലും കൂടുതൽ ഉണ്ടോ? സാത്താൻ ഉറക്കമില്ല. ജനം കരുത് ഇവൻ ഭയങ്കര പ്രാർത്ഥനയിലാണെന്ന്. പകൽ സമയങ്ങളിൽ ഇവന്റെ കൂടെയുള്ളവരെ വിളിച്ചു വരുത്തി ഹല്ലേലൂയ വട്ടത്തിൽ ഇരുത്തി കൈകോർത്ത് ഹല്ലേലൂയ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും എതിരെ സഭയിൽ നിന്നും മാറിപ്പോയ പാസ്റ്റർമാർക്കും എതിരെ എതിർ പ്രാർത്ഥന നടത്തി പിശാചിനെ അയക്കുന്ന പ്രധാന പണിയാണ് ഇവന്റെ പരിപാടി. അല്ലാതെ സാക്ഷാൽ യേശുവിനോട് പ്രാർത്ഥിക്കുന്നതല്ല, അത് പുറത്തിറങ്ങുമ്പോൾ മാത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഹല്ലേലൂയ. പിശാചിനെ കൊണ്ട് ചെയ്ത് ഈ ദുഷ്ട പിശാച് ഹല്ലേലൂയ ഇവനിലുള്ള ഭൂതത്തെ എന്റെ ശരീരത്തിൽ കയറ്റാൻ ശ്രമിച്ചു. യേശു അനുവദിച്ചില്ല. സ്തോത്രം. ഈ വീഡിയോ നിങ്ങൾ കാണുക, കേൾക്കുക. ഈ പരിപാടി മുല്ലക്കര സാർ ആരുടെ കയ്യിൽ നിന്ന് പൊക്കിയതാണ് എന്ന് കാണണമെങ്കിൽ ദാ കണ്ടോളൂ. ഈ പരിപാടിയുടെ പേറ്റന്റ് ഉടമ വേറൊരു അണ്ണാച്ചിയാണ്. സാത്താനെ പോടാ മാത്രമാണ് സാറിന്റെ കയ്യിൽ നിന്നിട്ടിട്ടുള്ളത്. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോടാ സാത്താനെ, നീ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോടാ. ഇവരുടെ ഭാവാഭിനയങ്ങൾ കണ്ടില്ലേ? എക്സ്പ്രഷൻസ് മുഖത്ത് ടിപ്പറിൽ കൊണ്ട് മറിച്ചിട്ടിട്ട് പോവുകയാണ്. ഇത്രയുമൊക്കെ എക്സ്പ്രഷൻസ് ഇടണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു പച്ചാളം പാസി ഉണ്ടായിരിക്കില്ലേ? ഉണ്ടല്ലോ, ഉണ്ടാകണമല്ലോ. ഇവൻ ഡയറക്റ്റ് ചെയ്യുന്നവർക്കറിയാം, ഒരു പരിപാടി ഇടതടവില്ലാതെ ലൈവായി പോകണമെങ്കിൽ സെക്കൻഡ് ബൈ സെക്കൻഡ് പ്രോപ്പറായി ക്യൂ ചെയ്യണം. ഓരോ എൻട്രിയും എപ്പോഴാണ്, ആരാണ് വരുന്നത്, അപ്പോൾ അതിൻ്റെ പ്ലേബാക്ക് മ്യൂസിക് ഓർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്തായിരിക്കണം, വോളിൽ വിഷ്വൽ എന്തായിരിക്കണം, എല്ലാം പ്ലാൻഡ് ആയിരിക്കും. അതുപോലെ ഇവന്റ് ക്യൂ സൗണ്ട് കൺട്രോളിൽ ഇരിക്കുന്നവർക്കും ഓഡിയോ വിഷ്വൽ കൈകാര്യം ചെയ്യുന്നവർക്കും ബാക്ക് സ്റ്റേജ് കോർഡിനേറ്റർക്കും ആർട്ടിസ്റ്റുകളെ ലൈനപ്പ് ചെയ്യുന്നവർക്കുമെല്ലാം നൽകിയിട്ടുണ്ടാകും. അതിനനുസരിച്ചായിരിക്കും പ്രോഗ്രാം പോകുന്നത്. കണ്ടല്ലോ ഈ കള്ള മുല്ലക്കരയുടെ പരിപാടി. ചെന്നൈയിലെ മദനപക്കം എന്ന സ്ഥലത്താണ് ജോഫ്രി മിനിസ്ട്രീസ് എന്ന പേരിൽ
ജോഫ്രി അയ്യ കർത്തൃനാമത്തിൽ ശുശ്രൂഷ ചെയ്തു വരുന്നത്. താഴെയും മുകളിലുമായി 2 ചർച്ചുകളാണ് ഉള്ളത്. ശരിക്കും ഈ ചർച്ചിന്റെ പേര് വാനത്തിൽ വാസം എന്നാണ്. ഞാനും എൻ്റെ കൂടെയുള്ളവരും 3 തവണ ഈ ആലയത്തിൽ പോയിട്ടുണ്ട്. ആലയത്തിനകത്ത് കടന്ന് ഇരുന്നു കഴിഞ്ഞാൽ പറുദീസയിൽ ഇരിക്കും പോലെയാണ്. തമിഴിലുള്ള അതിശക്തമായ ആരാധനയും വചന പ്രഘോഷണവും അതിനുശേഷമുള്ള വിടുതൽ ശുശ്രൂഷകളും ഒറിജിനൽ തന്നെയാണ്. ഹല്ലേലൂയ. വേജന്മാരുടേതല്ല. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ മലയാളി സഹോദരിയെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഹല്ലേലൂയ. ആലപ്പുഴക്കാരിയാണ്. നന്നായി തമിഴ് പാട്ട് പാടുന്നു. ഹല്ലേലൂയ. ഞായറാഴ്ചയുള്ള കൂടിവരവ് രാവിലെയാണ്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെയാണ് ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് മിനിസ്ട്രി. 5 മണി മുതൽ 8 മണി വരെ ഈവനിംഗ് ഫയർ അനൗട്ടിംഗ് സർവീസ് ആണ്. ജോഫ്രി അയ്യാവെ ഞങ്ങൾ പരിചയപ്പെട്ടു. കേരളാവിലെ ട്രിവാൻഡ്രത്തിലെ ഇരുന്ന് വന്നതാണെന്നും ഞങ്ങൾ പറഞ്ഞു. ട്രിവാൻഡ്രത്തിൽ ജോഫ്രി അയ്യാവ് വന്നിട്ടുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളെ മധുരയിലും ജോഫ്രി അയ്യാവ് ക്ഷണിച്ചു. അവിടെ പോയും പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ ഒറിജിനൽ ശുശ്രൂഷ തന്നെയാണ്. നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണല്ലോ. യാതൊരു വ്യാജവും അവിടെ ഇല്ല എന്ന് ദൈവം നേരിട്ട് തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി. ഹല്ലേലൂയ. അത് ഒറിജിനലാണ്. ഹല്ലേലൂയ. നേരിട്ട് ചെന്ന് കാണുമ്പോൾ അറിയാം. ഈ കേരളത്തിലെ ശുശ്രൂഷ പോലെ അല്ല. ഉഡായിപ്പുകളുടെ ഹല്ലേലൂയ ശുശ്രൂഷകളാണ്. ഹല്ലേലൂയ. ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന കുറെ സഭകൾ ഇവിടെ ഹല്ലേലൂയ ധ്യാന കേന്ദ്രം ഹല്ലേലൂയ സ്ഥാപിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ തട്ടിപ്പ് ഹല്ലേലൂയ നടത്തുവാൻ, പാവപ്പെട്ട ജനങ്ങളെ ഹല്ലേലൂയ ഹല്ലേലൂയ അവരുടെ പണം കൊയ്തെടുക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്ത് കർത്താവേ. വളരെയധികം ഹല്ലേലൂയ ചിട്ടയോട് കൂടിയാണ് ഹല്ലേലൂയ ആ ജോഫ്രി മിനിസ്ട്രീസ് വാനത്തിൽ വാസം എന്ന സഭ ഹല്ലേലൂയ അവരെല്ലാവരും ഒത്തൊരുമയായി കൊണ്ടുപോകുന്നു. മാത്രമല്ല ഹല്ലേലൂയ 24 മണിക്കൂറിലും നിരവധി ടെലിഫോണുകൾ ഹല്ലേലൂയ നിരത്തി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ രാത്രി ഏത് സമയത്ത് വിളിച്ചാലും ഹല്ലേലൂയ അവർ ഫോൺ എടുത്ത് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് I2I സുനിൽ ഈ ഭാഗം ഇവിടെ ചിത്രീകരിച്ചത് നന്നായി. I2I സുനിലിനും ചാനലിനും ദൈവനാമത്തിൽ നന്ദി. സഭാപ്രസംഗി പറയുകയാണ്, ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കുന്നു. ഇവൻ ചത്ത ഈച്ചയാണ്. ഹല്ലേലൂയ. കേരളത്തിലെ ജനങ്ങളെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ തൈലത്തെ ഹല്ലേലൂയ നാറ്റിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാച് ഇത്തരം വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി